ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിൽ നിന്ന് ആരംഭിച്ച് തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങളിൽ പൃഥ്വി എത്തിയിട്ടുണ്ട്. പ്രശാന്ത് നീൽ പ്രഭാസിനെ നായകനാക്കി സംവിധാനം ചെയ്ത സലാറാണ് പൃഥ്വിയുടെ അവസാനമായി റിലീസായ ചിത്രം. പാൻ ഇന്ത്യൻ സിനിമ എന്ന തരത്തിൽ എത്തിയ ചിത്രത്തിൽ പൃഥ്വിരാജ് ആയിരുന്നു വില്ലൻ. സലാറിലെ പൃഥ്വിരാജിന്റെ പ്രകടനം ഏറെ കയ്യടി നേടിയിരുന്നു. മലയാളത്തിൽ ബ്ലസ്സിയുടെ ആടുജീവിതമാണ് ഈ വർഷം സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വി ചിത്രം. ചിത്രത്തിനായി പൃഥ്വിരാജ് വരുത്തിയ ഗെറ്റപ്പ് ചേഞ്ച് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിലും ആരോഗ്യ സംരക്ഷണത്തിനും ഫിറ്റ്നസിനും വിട്ടുവീഴ്ച ചെയ്യാത്ത താരമാണ് പൃഥ്വിരാജ്. കഠിനമായ വർക്കൗട്ട് സെക്ഷനുകൾ ഉൾപ്പെടുന്ന വ്യായാമത്തിന് താരം പേരുകേട്ടതാണ്. ഭാരോദ്വഹനം, കാർഡിയോ വ്യായാമങ്ങൾ, ഫങ്ഷണൽ പരിശീലനം എന്നിവ ഉൾപ്പെടുന്ന 6 മണിക്കൂർ ദിവസേനയുള്ള വർക്കൗട്ട് ദിനചര്യയാണ് തന്റെ ശരീരഘടന ഫലപ്രദമായും കൃത്യമായും കാത്തു സൂക്ഷിക്കാൻ പൃഥ്വിരാജ് ചെയ്യുന്നത്. പൃഥ്വി തന്റെ മെറ്റാബോളിസത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിനാൽ തന്റെ അധിക കലോറി എരിയുന്നത് ശ്രദ്ധയോടെ വീക്ഷിച്ച് ഇത് തന്റെ മൊത്തത്തിലുള്ള ഫിറ്റ്നസിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്നു. സിനിമയിലെ കഥാപാത്രങ്ങൾക്കായി വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ താരം എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ പ്രക്രിയയ്ക്ക് പേശികളുടെ നഷ്ടം, വിട്ടുവീഴ്ച ചെയ്ത പ്രതിരോധ ശേഷി തുടങ്ങിയ വലിയ അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനാൽ അത് ഒഴിവാക്കാൻ താരൻ കർശനമായ ഭക്ഷണക്രമവും വിശ്രമ സെക്ഷനുകളും പാലിക്കും. പോഷകാഹാരക്കുറവ്, ക്ഷീണം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി വെല്ലുവിളികളും ദ്രുതഗതിയിലുള്ള ശരീരഭാരം കുറയ്ക്കലിൽ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ തന്നെ 1 മണിക്കൂർ വ്യായാമ സെക്ഷനിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയും പ്രതിദിനം കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നു എന്നും ഉറപ്പാക്കുകയും ചെയ്യും. പൃഥ്വിരാജ് സുകുമാരന്റെ ഡയറ്റ് പ്ലാനിൽ മത്സ്യവും കോഴിയും ഉൾപ്പെടുന്ന പോഷകങ്ങളും പ്രോട്ടീനുകളും നിറഞ്ഞതാണ്. പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പച്ചക്കറികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു അച്ചടക്കമുള്ള ഭക്ഷണക്രമമാണ് പൃഥ്വിരാജിനുള്ളത്. താരം പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുകയും സംസ്കരിച്ച ഭക്ഷണങ്ങളോട് നോ പറയുകയും ചെയ്യുന്ന ഒരാളാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.